നമസ്കാരം. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ അനവധിയാർന്ന ഗ്രഹ രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട ചില ജ്യോതിഷപരമായ ഫലങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് ചന്ദ്രൻ. ചന്ദ്രൻ വൃശ്ചികം രാശിയിലേക്കാണ് ഏപ്രിൽ മാസത്തിൽ പ്രവേശിക്കുന്നത്. ധനത്തിന്റെയും സൗഭാഗ്യങ്ങളുടെയും ദേവൻ കൂടിയാണ് ചന്ദ്രൻ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അത് ഏതൊരു വ്യക്തിക്കാണ് എങ്കിലും കൈവരിക്കുവാൻ ചന്ദ്രദേവന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. ചന്ദ്രൻ രാശി മാറി വൃശ്ചികത്തിൽ പ്രവേശിക്കുമ്പോൾ ഏപ്രിൽ മാസം ചില രാശിക്കാരിൽ ഗജകേസരി യോഗം രൂപം കൊള്ളുന്നതാണ്. ഈ ഭാഗ്യം ആർക്കെല്ലാം തേടിയെത്തും, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും, അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനം രാശിയുടെ 12ാം ഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത്. തന്മൂലം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ അനവധിയാർന്ന നേട്ടങ്ങൾ വന്നു ചേരാം. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് പലവിധ നേട്ടങ്ങളിലേക്ക് മുന്നേറുവാൻ സാധിക്കും. ദേവിയുടെ അനുഗ്രഹത്താൽ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ രൂപം കൊള്ളും. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ പ്രയാസപ്പെടുന്നതായ സാഹചര്യം, കൈകളിൽ നിന്നും പല ആവശ്യങ്ങൾക്കായി ധനം നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യം, പല കാര്യങ്ങൾക്കും പണം ലഭിക്കാത്തതായ സാഹചര്യം, ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ഒരു പരിധിവരെയെങ്കിലും ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാം. വിദേശവാസത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിദേശ വിദ്യാഭ്യാസം അഥവാ വിദേശത്ത് പഠിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അത്തരം യോഗം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ നിങ്ങൾക്കുണ്ട്. ജോലി നഷ്ടപ്പെടുമോ, അത്തരത്തിലുള്ള ചില ചിന്തകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരാം. ശുഭവാർത്തകൾ തന്നെ കേൾക്കുവാൻ സാധിക്കും. അത് ആ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നീക്കുകയോ പുതിയ തൊഴിൽ ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. പുതിയ ജോലിയിൽ പോലും പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കാം. താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അകലുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കടബാധ്യതകൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും കടം നൽകേണ്ടതായ സാഹചര്യം, പലപ്പോഴും പല ആവശ്യങ്ങൾക്കും കടം വാങ്ങേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അത്തരം പ്രശ്നങ്ങൾ, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ബിസിനസ് പരമായി നിങ്ങൾക്ക് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. ബിസിനസ്സിലൂടെ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ബിസിനസ്സിൽ പുതിയ തന്ത്രങ്ങൾ ഫലപ്രദമായി നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരും. നേട്ടങ്ങൾ പലതും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. മഹാലക്ഷ്മി കൃപയാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏപ്രിൽ മാസം കൂടുതൽ അനുകൂലമായി ഭവിക്കാം. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഇടവം രാശിക്കാർക്ക് ഗജകേസരി യോഗത്തിലൂടെ ഭാഗ്യം കൈവരിക്കുവാൻ സാധിക്കും. ഈ രാശിക്കാരുടെ ലഗ്നഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത്. അതിനാൽ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരാം. മുൻപ് ചെയ്തതായ പല തെറ്റുകൾക്കും പ്രായശ്ചിത്തം ചെയ്യുവാൻ സാധിക്കും. അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ, ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് പരിഹരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ അനുഗ്രഹത്താൽ പല നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, പ്രശസ്തി, പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. പുരോഗതി, ഇവർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും സുഹൃത്തുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും സഹായം ലഭിക്കുന്നതിനാൽ പലവിധ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. തർക്കങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. വളരെ കാലമായി ചില പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. അത് ധനപരം തന്നെയാകണം എന്നില്ല. മനസ്സിനെ അലോസരപ്പെടുന്നതായ പ്രശ്നങ്ങളുമാകാം. കൂടാതെ പണം ഒന്നിനും തികയാത്തതായ അവസ്ഥ, പണം വീണ്ടും ആവശ്യം വരുന്നതായ അവസ്ഥ, കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വളരെ കൂടുതലാകുന്നു. അത്തരം ചില പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും ആശ്വാസം ലഭിക്കാം. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യം, മുൻപെടുത്തിരിക്കുന്നതായ കടബാധ്യതകൾ അതൊരു പരിധിവരെയെങ്കിലും കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ മറ്റുള്ളവരുടെ സഹായം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സമ്പത്തിലും സമൃദ്ധിയിലും അല്പം വർധനവ് നിങ്ങൾക്ക് വന്നു ചേരാം. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രശസ്തി നേടുവാനുള്ള യോഗം, പേരും പ്രശസ്തിയും നേടുവാനുള്ള യോഗം വന്നു ചേരാം. കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല മേഖലകളിലും വിജയങ്ങൾ കൈവരിക്കുവാൻ, ധനപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കാവുന്നതാണ്. ആഗ്രഹിക്കുന്നതായ പല സ്ഥലങ്ങളിലേക്കും യാത്രകൾ ചെയ്യുകയോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അഥവാ ദർശനം നടത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾ അറിയേണ്ടത്, ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തുക. എന്നാൽ പൊതുവിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന
അനുകൂലമായ സമയം തന്നെയാണ് ഏപ്രിൽ മാസം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അബദ്ധങ്ങൾ പിണയാതിരിക്കുവാൻ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്.